ഇല്ലാ കാന ഹബ്ബുഹുമാ ഇലല്ലാഹി അർഫഖുഹുമാ ലിസാഹിബിഹി. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്താൽ അവരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ് അവരനോടുള്ളത്? സുഹൃത്തിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണോ ഉള്ളത് അയാളോട് അല്ലാഹുവിനും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകളുമായി, നമ്മുടെ സഹോദരന്മാരുമായി, നമ്മുടെ അയൽവാസികളുമായി, നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുമായി സംഗമിക്കുമ്പോൾ, അവരുമായി ഒരു സദസ്സിൽ പങ്കുചേരുമ്പോൾ അവരോട് ഒരുപാട് മര്യാദകൾ നമ്മൾ കാണിക്കണം, അവരോട് സ്നേഹം കാണിക്കണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ നിന്റെ സുഹൃത്തിനോടുള്ള കടമ നീ നിർവഹിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അയാൾ നിന്റെ സുഹൃത്താകുന്നുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ചോദ്യത്തിന് നീ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ സുഹൃത്തുക്കൾ കേവലം ബന്ധമുള്ളവർ മാത്രമല്ല, അവർ കടമ കൂടിയുള്ളവരാണ്. ഇത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഈ കൽപ്പന നമ്മൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സമൂഹത്തിനിടയിൽ ഐക്യവും സമാധാനവും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്കിടയിൽ ഐക്യവും സ്നേഹവും സമാധാനവും നൽകുമാറാവട്ടെ. രണ്ടാമത്തെ ബാധ്യത സമൂഹത്തിനിടയിൽ ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കാനുള്ള രണ്ടാമത്തെ കടമ, രണ്ടാമത്തെ ഉത്തരവാദിത്വം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഫിൽ ഇആനതി ബിൻ നഫ്സി ഫീ ഖദാഇൽ ഹാജാത്ത്. അത് നമ്മൾ വളരെയധികം കാര്യക്ഷമമായി നമ്മൾ ചിന്തിക്കുകയും ജീവിതത്തിൽ നമ്മൾ നടപ്പിൽ വരുത്തുകയും ചെയ്യും. ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് ഒരു ദിവസം നേരം പുലർന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊരു ദിവസം നേരം പുലർന്നാൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. അവിടെ തഹജ്ജുദ് നിസ്കരിക്കണം, സുബ്ഹി നിസ്കരിക്കണം, സുന്നത്തുകൾ നിസ്കരിക്കണം, ദുആ നിസ്കരിക്കണം, ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം. അതിന്റെ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് സന്തോഷിപ്പിക്കണം. അതൊരു ഇബാദത്താണ്. നിസ്കരിക്കുന്നത് പോലെ, ഖുർആൻ ഓതുന്നത് പോലെ, ദിക്ർ ചൊല്ലുന്നത് പോലെ ഒരു ഇബാദത്താണ് മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. ഇത് നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ പകർത്താറുണ്ടോ? അപ്പൊ ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യനെങ്കിലും ഞാൻ കാരണമായി സന്തോഷിക്കണമെന്ന് നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വേണം. അത് സംസാരം കൊണ്ടായിരിക്കാം സന്തോഷം, അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം ചെയ്തത് കൊണ്ടായിരിക്കാം സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും സഹായത്തിന്റെ പേരിലായിരിക്കാം സന്തോഷം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരാളുടെയെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കണം. അത് നീ ഒരു ദിവസം ചെയ്യുന്ന ഇബാദത്താണെന്ന് തസവ്വുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ അനൈക്യങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവും. എല്ലാവരും വിചാരിക്കാണ് ഇന്ന് ഞാൻ ഒരു മുസ്ലിമായ മനുഷ്യനെങ്കിലും സന്തോഷിപ്പിക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മളങ്ങനെ വിചാരിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ദുഃഖിപ്പിക്കാൻ പറ്റുമെന്നില്ല, ആരെങ്കിലും പ്രയാസപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കി നടക്കണം. പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവും. അപ്പൊ മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു ദിവസം നേരം പുലർന്നാൽ ആ മനുഷ്യൻ ഒരു മനുഷ്യൻ നേരം പുലർന്നാൽ അയാൾ ചെയ്യേണ്ട ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ് ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് സന്തോഷിപ്പിക്കുക. പരിശുദ്ധമായ ഇസ്ലാം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ടിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അലാ വ ഇന്ന ലില്ലാഹി അവാനിയ ഫീ അർളിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് പാത്രങ്ങളുണ്ട്. അല്ലാഹുവിന് ഒരുപാട് പാത്രങ്ങളുണ്ട്. ഭൂമിയിൽ അല്ലാഹു ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാത്രങ്ങൾ ഏതാണെന്ന് അറിയുമോ? വഹിയൽ ഖുലൂബ്. അത് ഹൃദയങ്ങളാണ്. അത് മനുഷ്യന്റെ ഹൃദയമാണ് അല്ലാഹുവിന്റെ പാത്രങ്ങൾ. എന്നിട്ടോ അല്ലാഹുവിന് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ ഏറ്റവും തെളിഞ്ഞ, ഏറ്റവും സോഫ്റ്റായ, നല്ല മിനുസമുള്ള പാത്രമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ വീട്ടിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാകും. ആ പാത്രത്തിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആകെ ക്ലാവ് പിടിച്ച് ചളി പിടിച്ച പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കൂല. നമുക്ക് ആ പാത്രത്തിൽ കഴിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് പാത്രങ്ങൾ ഭൂമിയിലുണ്ട്. ആ പാത്രങ്ങളിൽ ആ പാത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ മനസ്സുകളാണ്.
അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലെ നല്ല വൃത്തിയും നല്ല തെളിമയും ശുദ്ധിയുമുള്ള പാത്രമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് വൃത്തിയായിരിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കണം, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. വൃത്തി എന്ന് പറഞ്ഞാൽ, ശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവിധ തെറ്റുകളിൽ നിന്നും ശുദ്ധിയാവണം, എല്ലാവിധ തെറ്റുകളിൽ നിന്നും ശുദ്ധിയാവണം. ദീനിൽ നല്ല ഉറച്ചതായിരിക്കണം. ഒറ്റടിക്ക് വീണാ പൊട്ടുന്ന പാത്രം, അല്ലെങ്കിൽ ആകെ വര വീണിട്ടുണ്ട്, ഇപ്പൊ പൊട്ടും, പ്ലേറ്റിന്റെ 2 ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ നടുഭാഗം പൊട്ടിയിട്ട് ചോറൊക്കെ നിലത്തേക്ക് വീഴും. അങ്ങനത്തെ പാത്രത്തിൽ നമ്മൾ ചോറ് എടുക്കൂലല്ലോ. നല്ല ഉറച്ച പാത്രമായിരിക്കണം. ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിന്റെ ഉറപ്പ് എങ്ങനെ വേണം? ദീനിന്റെ ഉറപ്പായിരിക്കണം. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. സഹോദരന്മാരോട് നല്ല രീതിയിൽ സ്നേഹം കാണിച്ചുകൊണ്ട് അവരോട് തെളിമയാർന്ന പെരുമാറ്റം കാണിക്കുന്ന മനസ്സുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, മൻ ശയ്യ അഖാഹു ഫില്ലാഹി ബഅസല്ലാഹു മലായികതൻ മിൻ തഹ്തി അർശിഹി യൗമൽ ഖിയാമത്തി യുശയ്യൂനഹു ഇലൽ ജന്ന. നമുക്കൊക്കെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതും സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കലും തട്ടിമുട്ടി എങ്ങനെയെങ്കിലും എഴഞ്ഞ് ആകെ ബുദ്ധിമുട്ടായി അങ്ങനെ കിടക്കണം എന്നല്ല നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടു കൂടി, നല്ല സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വരണം. അവര് നമുക്ക് മർഹബയോധനം, നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിനെന്തു വേണം? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, മൻ ശയ്യ അഖാഹു ഫിദ്ദീൻ. ആരെങ്കിലും തന്റെ ദീനിലുള്ള ഒരു സഹോദരനെ, ഒരു സുഹൃത്തിനെ സഹായിച്ചാൽ, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർസലല്ലാഹു മലായികതൻ, അല്ലാഹു മലക്കുകളെ പറഞ്ഞേക്കും, മിൻ തഹ്തിൽ അർശി, അർശിന്റെ താഴെ നിന്ന് അല്ലാഹു മലക്കുകളെ പറഞ്ഞേക്കും, യുശയ്യൂനഹു ഇലൽ ജന്ന. അവരവനെ കൊണ്ടുപോവാണ് സ്വർഗത്തിലേക്ക്. അവന്റെ 2 ഭാഗത്തും, ഇടതു ഭാഗത്തും വലതു ഭാഗത്തും നിന്നിട്ട് അവനെ ആനയിച്ചുകൊണ്ട് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട്, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മലക്കുകൾ. അങ്ങനെയുള്ള മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന് വേണ്ടി അയച്ചു കൊടുക്കുമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. മാത്രമല്ല നമുക്ക് കാണാം, മാസാറ റജുലുൻ നഖൻ ഫില്ലാഹി ശൗഖൻ ഇലാ ലിഖാഇഹി ഇല്ലാ നാദാഹു മലകുൻ മിൻ ഖൽഫി തിബ്ത വ താബത് ലകൽ ജന്ന. ഏതെങ്കിലും ഒരാൾ സ്വന്തം സഹോദരനെ സന്ദർശിച്ചാൽ, സ്വന്തം സുഹൃത്തിനെ സന്ദർശിക്കുകയും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ, അവന്റെ പിന്നിൽ ഒരു മലക്ക് വരും. എന്നിട്ട് ആ മലക്ക് വിളിച്ചു പറയും, നീ നല്ല മനുഷ്യനാണ് നീ, സ്വർഗം നിന്നെ കാത്തിരിക്കുകയാണ്, നിനക്ക് വേണ്ടി സ്വർഗം അലങ്കൃതമായിരിക്കുകയാണ്, സ്വർഗം അയാളെ കാത്തിരിക്കുകയാണ്, സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് വേണ്ടി അലങ്കരിച്ചിരിക്കുകയാണ് എന്ന് ഓരോ മലക്കും ആ ഓരോ മനുഷ്യന്റെയും പിന്നിൽ വന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയും. അപ്പോ സഹോദരന്മാരെ സന്ദർശിക്കുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സമാശ്വസിപ്പിക്കുക. ഇത് നമുക്ക് സ്വർഗത്തിലെത്താനുള്ള എളുപ്പ വഴിയാണ്. സ്വർഗത്തിലെത്താൻ നേരായ വഴിയുണ്ട്, എളുപ്പ വഴികളുണ്ട്. നേരായ വഴിയാണ് നിസ്കാരം, നോമ്പ് തുടങ്ങിയ ഇബാദത്തുകൾ. എളുപ്പ വഴിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നർ റജുല ല യബ്ലുഗു ബി ഹുസ്നി ഖുലുഖിഹി ദറജത സ്വായിമിൽ ഖായിമി. എപ്പോഴും നിസ്കരിക്കുന്ന, എപ്പോഴും നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യന്റെ ദറജ സൽ സ്വഭാവിയായ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതാണ്. എപ്പോഴും നോമ്പ് നോൽക്കുന്ന, എപ്പോഴും നിസ്കരിക്കുന്ന ഒരു ആബിദായ മനുഷ്യന്റെ ദറജ സൽ സ്വഭാവിക്ക് കിട്ടും. പക്ഷെ നിർബന്ധമായ കാര്യങ്ങൾ അയാൾ ചെയ്യണം, അയാളുടെ ഇബാദത്തുകൾ അയാൾ ചെയ്യണം. അതോടൊപ്പം അയാൾ സൽസ്വഭാവം കാണിച്ചാൽ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ദർജ അയാൾക്ക് കിട്ടും. അപ്പോ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം